ഈ പ്രതികളെ സംബന്ധിച്ച് അവർ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് പരോൾ നൽകുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. എന്നാൽ ആ മാർഗങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പരോൾ ലഭിച്ചിട്ടുള്ളത്. ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ ആ പ്രതിയുടെ ശിക്ഷാ കാലയളവിന്റെ 1/3 അല്ലെങ്കിൽ ആ 2 വർഷം ഏതാണോ ആദ്യം ആ പിരീഡെത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് പരോൾ അനുവദിക്കാൻ കഴിയുള്ളൂ. ഇവിടെ പരോൾ അനുവദിക്കുമ്പോൾ തന്നെ ഓരോ വർഷവും അനുവദിക്കാവുന്ന പരോളുകൾ അഥവാ ലീവ് അതിനെ സംബന്ധിച്ച് വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോ GP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംബന്ധിച്ചാണെങ്കിൽ കാര്യം വളരെ വ്യക്തമാണല്ലോ. പാർട്ടി പറഞ്ഞിട്ട് പാർട്ടി ആസൂത്രണം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിൽ പാർട്ടിക്ക് അവരെ സംരക്ഷിച്ചേ മതിയാവൂ. അപ്പോൾ അതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും അവർ തുറന്നു പറയുന്ന ഭയത്തിൽ ഭീതിയിൽ അവരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് സ്വർണം പൊട്ടിക്കൽ കേസ് ഉൾപ്പെടെ സ്വർണം കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇടപെട്ടപ്പോഴും അവരെ സംരക്ഷണം നൽകുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളിലേക്കായാലും അവർക്ക് പരോൾ നൽകുന്ന കാര്യത്തിലേക്കായാലും ഒക്കെ വഴിവിട്ട് അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ അവരെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം CPM-ന്റെ നേതാക്കന്മാരുടെ പങ്കിനെ സംബന്ധിച്ചൊക്കെ അവർ വെളിപ്പെടുത്തിയിരിക്കും. അവർ പലപ്പോഴും അത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയന്നിട്ടാണ് CPM പരിധി വിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട്